ഹായ്, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പി നോക്കിയാലോ? പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, ഒരു തക്കാളിയുടെ കാൽഭാഗം എടുത്തിട്ടുണ്ട്. പിന്നെ 3 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അത് ചെറിയൊരു ഭാഗം മതിയാവും. പിന്നെ നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. അപ്പോൾ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു സോസാണ്. അപ്പോൾ ഇത് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. കെച്ചപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി, അല്ലെങ്കിൽ ചീസും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് നമുക്ക് കുറച്ച് പെപ്പറും കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളകൊന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ആണ്. അപ്പോൾ ഞാൻ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ക്യാരറ്റും ക്യാബേജും ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഈ ക്യാപ്സിക്കം മഷീൻ അത് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരുന്ന തക്കാളി കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റി കുക്ക് ചെയ്തെടുക്കാം. കൂടെ തന്നെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം. അപ്പോൾ ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. ശേഷം നമുക്ക് വെജിറ്റബിൾസ് കുക്ക് ചെയ്ത പാനിൽ തന്നെ മുട്ടയൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. മൂടി വെച്ച് കുക്ക് ചെയ്യുമ്പോൾ മുട്ട കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് മുട്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ തിരിച്ചിടുമ്പോൾ ഒരുപാട് നേരം കുക്ക് ചെയ്യാതെ അപ്പം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയിലോട്ട് മുട്ട വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് വേണമെങ്കിൽ മുട്ടയിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുക്ക് ചെയ്ത വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ മാറ്റി വെച്ച ആ വെജിറ്റബിൾ ഡിപ്പ് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മയോനൈസ് ആണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. അപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് വേണമെങ്കിൽ നമുക്ക് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കൈകൊണ്ട് തന്നെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തെടുത്ത് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ അതുപോലെ തന്നെ ബാക്കിയുള്ള മുട്ടയും വെജിറ്റബിൾസും നമുക്ക് ചപ്പാത്തിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇങ്ങനെ റോൾ ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തി റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.